ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഴംപൊരീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ബേക്കിംഗ് സോഡ ഒക്കെ യൂസ് ചെയ്യാനാണ് ഈ ഒരു പഴംപൊരീൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് 3-4 പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. 3 ഏലക്ക കൂടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മൈദ. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ദോശമാവ്. നമ്മൾ സാധാരണ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി മാവിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ബാറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്ക മിക്സ് നന്നായി പൊടിച്ച് അതും കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ആദ്യം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ അതിലേക്ക് കുറച്ചായി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ്. കറക്റ്റ് 2 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കൈവച്ച് നല്ലോണം കട്ടയില്ലാതെ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം ഇതുപോലെ തന്നെ കൈവച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ കറക്റ്റായി വരികയും ചെയ്യും. അതിനുശേഷം അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എടുത്തതിൽ 1/2 കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ബാറ്ററിൻ്റെ ലൂസ്. ഈ ഒരു ടൈപ്പിലാണ് വേണ്ടത്. ഇപ്പോൾ 2 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ മൈദേൻ്റെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ദോശ മാവിൻ്റെ ബാറ്റർ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 1 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം പൊങ്ങി വന്നതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ചെറുതായി മാത്രമേ മിക്സാക്കി എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പതമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 സ്പൂൺ വെച്ച് മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാം. ഡിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫില്ലായിട്ട് വരണം. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ബാറ്ററിൻ്റെ ലൂസ് കറക്റ്റായി വരുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇടുമ്പോൾ തന്നെ കറക്റ്റ് അതിൽ ഇതുപോലെ മുങ്ങിക്കിടക്കുമ്പോൾ മാത്രമാണ് അത് കറക്റ്റ് അതിൻ്റെ ഒരു അളവ്. അതിനുശേഷം നല്ലോണം ചൂടായ ഓയിലേക്കിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് എല്ലാം നല്ലോണം ഫില്ലായി വന്നിട്ടുണ്ട്. സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന എല്ലാതും ഇതുപോലെ നന്നായി ഫ്ലോപ്പ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഴംപൊരി ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ കൂട്ടിയിട്ടും ചെയ്യാം. ഞാൻ ഇവിടെ മധുരം കുറച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ ഈ ഒരു പഴംപൊരിയുടെ റെസിപ്പി ഉണ്ടാക്കി എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് താങ്ക്സ് ഫോർ വാച്ചിങ്.